everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണ്. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മുടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിലെ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന സെക്ഷനിലെ ആനിമൽ ഹോർമോണുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോണുകളെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്കത് കടക്കാം. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിന് കൊടുക്കുന്ന ഒരു വിശേഷണമാണ് ഈ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് നമ്മൾ പറയുന്നത്, മാസ്റ്റർ ഗ്ലാൻഡ്. അപ്പൊ ഒരാളെ നമ്മൾ വെറുതെ മാസ്റ്റർ എന്ന് വിളിക്കില്ലല്ലോ. സോ അതിനെ മാസ്റ്റർ എന്ന് വിളിക്കാൻ കാരണം അത് മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സോ നമുക്കറിയാം, ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇത് ബ്രെയിനിന്റെ പാർട്ടാണ്. തീർച്ചയായിട്ടും ബ്രെയിനിന്റെ പാർട്ട് തന്നെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണപ്പെടുന്നത് ഹൈപ്പോതലാമസിന്റെ താഴെയായിട്ടാണ് കാണാം. ഓക്കെ, അത് മനസ്സിലാക്കാം. ബിലോ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എവിടെ കാണാം? ബിലോ തലാമസ്. ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ കാണാം, ഹൈപ്പോതലാമസ്, അതിന്റെ താഴെയായി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. റെഡിയല്ലേ? എന്തുകൊണ്ടാ? ആസ് ഇറ്റ് സെക്രീറ്റ് ഹോർമോൺസ് വിച്ച് ഹെൽപ്പ് ഇൻ സെക്രീഷൻ ഓഫ് അതർ ഹോർമോൺസ് ഫ്രം വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. അതായത് മറ്റു എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഹോർമോണുകളെ, എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡുകളും ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും, നിങ്ങൾക്കറിയാം. അപ്പോൾ മറ്റു എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യാം. മറ്റു എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ സെക്രീഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാ. അതുകൊണ്ട് തന്നെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ബിക്കോസ് ഇറ്റ് സെക്രീറ്റ് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? കുറച്ച് ഹോർമോണുകളെ ഉണ്ടാക്കും. ആൻഡ് ദിസ് ഹോർമോൺസ് ഹെൽപ്പ് ഇൻ ദി സെക്രീഷൻ ഓഫ് അതർ ഹോർമോൺസ് ഫ്രം അതർ വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അതാണ് പറഞ്ഞത്, മറ്റു എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതിന് മുൻവശത്തൊരു ലോബ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. പിറകു വശത്തൊരു ലോബ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറിക്ക് രണ്ട് ദളങ്ങൾ അല്ലെങ്കിൽ രണ്ട് ലോബുകൾ ഉണ്ട്. ഫ്രണ്ടിലുള്ളത് ആന്റീരിയറും പിറകു വശത്തുള്ളത് പോസ്റ്റീരിയറുമാണ്. ആന്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചുരുക്കം ചില ഹോർമോണുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവിടെ നിന്ന് കാണാം FSH അഥവാ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH, കുറച്ച് കൂട്ടട്ടെ, FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. റെഡി? പിന്നെ തൊട്ട് താഴെ LH ല്യൂട്ടിനൈസിങ് ഹോർമോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ TSH ആണ്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പിന്നെ GH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ഹോർമോൺ. വേറെയും ഹോർമോൺ ഉണ്ട്, ഗൊനാഡോട്രോപിക് ഹോർമോൺ. അങ്ങനെ ഒരുപാട് ഹോർമോണുകളുണ്ട്. തൽക്കാലത്തേക്ക് ഇത്രയും ഹോർമോൺ നിങ്ങൾ ഓർത്തു വെക്കാം. ഇതിൽ ആദ്യം നമ്മൾ FSH അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ കുറിച്ച് പഠിക്കാം. ആക്ച്വലി നമ്മുടെ സെക്സ് ഹോർമോണുകളുണ്ട്. അതായത് മെയിലിന്റെ കേസിൽ ടെസ്റ്റോസ്റ്റിറോൺ, ഫീമെയിലിന്റെ കേസിൽ ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ എന്നിങ്ങനെയുള്ള ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗൊനാഡുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഇൻ ഫീമെയിൽ ഓവറി പ്രൊഡ്യൂസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ആ ഒരു പ്രോസസ്സിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് FSH ആയാലും LH ആയാലും ല്യൂട്ടിനൈസിങ് ആയാലും അത് തന്നെയാണ്. സോ FSH plays an important role in secretion of testosterone from the testis and estrogen and progesterone from the ovary. അതാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഇനി രണ്ടാമത്തത് ല്യൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. അപ്പൊ ല്യൂട്ടിനൈസിങ് ഹോർമോണിന്റെ കേസ് പറയുമ്പോൾ LH ആണ്. നമുക്കറിയാം LH ആണ് ല്യൂട്ടിനൈസിങ് ഹോർമോൺ. ആൻഡ് ദാറ്റ് ഓൾസോ പ്ലേ an important role in secretion of testosterone in male and estrogen progesterone in female. അത് തന്നെയാണ് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആ പേര് നോക്കിക്കേ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മീൻസ് ഇറ്റ് സ്റ്റിമുലേറ്റ് തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ ഈ ഹോർമോണ് ആക്ച്വലി നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് യു നോ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ നെക്ക് റീജിയൻ. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തെങ്കിൽ
തൈറോയ്ഡ് ഗ്ലാൻഡ് വിൽ പ്രൊഡ്യൂസ് വാട്ട്? തൈറോക്സിൻ. ഓക്കെ, അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് തൈറോക്സിൻ, തൈറോയ്ഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ത് ചെയ്യണം? സ്റ്റിമുലേറ്റ് ചെയ്യണം തൈറോയിഡിനെ. പേര് പോലെ തന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് തൈറോയ്ഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യും. ദെൻ തൈറോയ്ഡ് ഗ്ലാൻഡ് വിൽ പ്രൊഡ്യൂസ് തൈറോക്സിൻ. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൈറോയ്ഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ TSH അവിടെ ആക്ട് ചെയ്യണം. TSH പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ആണ്. അതാണ് അവിടുത്തെ പോയിന്റ്. സോ സ്റ്റിമുലേറ്റ്സ് തൈറോയ്ഡ് ഗ്ലാൻഡ് ടു സെക്രീറ്റ് തൈറോക്സിൻ. വെരി സിമ്പിൾ, വെരി ക്ലിയർ. ഇനി അടുത്തൊരു ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. പേര് പോലെ തന്നെയാണ്, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഗ്രോത്ത് ഹോർമോൺ കൺട്രോൾ ഗ്രോത്ത് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്നത് ഗ്രോത്ത് ഹോർമോൺ ആണ്. ഓക്കെ, സൊമാറ്റോട്രോപ്പിൻ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പോസ്റ്റീരിയർ ലോബിന്റെ കേസിൽ വരുമ്പോൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഇതിൽ ഓക്സിറ്റോസിന്റെ കേസ് പറയുമ്പോൾ ഓക്സിറ്റോസിൻ നമ്മുടെ ചൈൽഡ് ബർത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഓക്കെ, ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത്. നമുക്കറിയാം, പ്രസവം നടക്കുന്ന സമയത്ത് വജൈനൽ ഓപ്പണിങ്ങിലൂടെ ഈ കുട്ടി പുറത്തേക്ക് വരണം. അപ്പോൾ അവിടെ ഗർഭപാത്രത്തിന്റെ ഭിത്തി, അതായത് നമ്മുടെ യൂട്രസിന്റെ വാൾസ് ആർ മെയ്ഡ് ഓഫ് സ്മൂത്ത് മസിൽ. നിങ്ങൾക്കറിയാം, ആ സ്മൂത്ത് മസിൽസിന്റെ വിഗറസ് കൺട്രാക്ഷന്റെ ഫലമായിട്ടാണ് പാർച്ചുറേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് സംഭവിക്കണം. അപ്പൊ അതിന് സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ്. ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ഇജക്ഷൻ ഓഫ് ബ്രസ്റ്റ് മിൽക്ക്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. ഇനി വാസോപ്രസിന്റെ കേസ് പറയുമ്പോൾ അത് കിഡ്നിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. ആക്ച്വലി വാസോപ്രസിൻ നമ്മുടെ കിഡ്നിയിലെ വാട്ടർ റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് വാസോപ്രസിൻ ആണ്. വാസോപ്രസിന്റെ മറ്റൊരു പേര് ADH ആണ്, ആന്റി ഡയോററ്റിക് ഹോർമോൺ. ആക്ച്വലി നമ്മുടെ കിഡ്നിയിൽ വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ റേറ്റ് തീരുമാനിക്കുന്നത് വാസോപ്രസിൻ ആണ്. അപ്പൊ റീഅബ്സോർപ്ഷൻ കൂടുമ്പോൾ ആക്ച്വലി യൂറിനിലുള്ള വാട്ടറും ഏകദേശം എന്ത് ചെയ്യും? കിഡ്നി അബ്സോർബ് ചെയ്യും. അപ്പൊ കിഡ്നി അബ്സോർബ് ചെയ്യുന്ന സമയത്ത് കിഡ്നി ഇത് അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യൂറിന്റെ അളവ് എന്ത് ചെയ്യും? നല്ലോണം കുറയും. ഓക്കെ, യൂറിന്റെ അളവ് നല്ലോണം കുറയും. ഇനി വാസോപ്രസിന്റെ അളവ് കുറഞ്ഞു പോയെങ്കിലോ റീഅബ്സോർപ്ഷൻ കുറയും. അപ്പോൾ റീഅബ്സോർപ്ഷൻ കുറഞ്ഞു എന്ന് വെച്ചാൽ മൂത്രത്തിന്റെ അളവ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു എന്നുള്ള അർത്ഥമാണ്. സോ വാസോപ്രസിന്റെ ഫംഗ്ഷൻ പഠിക്കണം. ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. അതാണ് ആക്ച്വലി യൂറിന്റെ അളവ് ഒക്കെ എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആന്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അവസരത്തിൽ വീണ്ടും മറ്റൊരു ഗ്ലാൻഡുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.